നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹസീസ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് റൂറൽ ഡെവലപ്മെന്റ്. നമുക്കറിയാം അല്ലെ, റൂറൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് ഗ്രാമവികസനം എന്നാണ് നമ്മൾ റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയാറുള്ളത്. ഗ്രാമവികസനം എന്നാണ്. അപ്പൊ ഈ ഗ്രാമത്തിന്റെ വികസനത്തിനെയാണ് നമ്മൾ ഗ്രാമവികസനം എന്ന് പറയുന്നത്. ഗ്രാമമാണ് ഒരു ജനതയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന കേന്ദ്രമെന്നും നമുക്കറിയാം. കാരണം ജനത കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്. ആ ഗ്രാമങ്ങൾ വികാസം പ്രാപിക്കുമ്പോഴാണ് നഗരമായി മാറ്റപ്പെടുന്നത് എന്നും നമുക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ ഒരു ഗ്രാമത്തിന്റെ വികസനം എപ്രകാരമാണെന്നും ഒരു ഗ്രാമം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള പൗരാണികമായ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ നേരിട്ട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ നമ്മുടെ നാട് ബ്രിട്ടീഷുകാരുടെ ഭരണകൂടത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാടായ ഭാരതം എപ്രകാരമാണ് മെച്ചപ്പെടേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഇന്ത്യൻ മാതൃക ഡെവലപ്പ് ചെയ്തെടുത്ത രണ്ട് വ്യക്തികളുണ്ടായിരുന്നു. അതിലൊരാള് രവീന്ദ്രനാഥ ടാഗോർ, നമ്മുടെ ഗുരുദേവൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുള്ള നോബൽ സമ്മാന ജേതാവായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറാണ് ഒന്നാമത്തെ വ്യക്തി. രണ്ടാമത്തേത് മഹാത്മാഗാന്ധിയാണ്. അങ്ങനെ മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ ടാഗോറും മുന്നോട്ട് വെച്ചിട്ടുള്ള ഗ്രാമവികസന മാതൃകകൾ ധാരാളമുണ്ട്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗ്രാമവികസന മാതൃകയാണ്. അല്ലെ, ടാഗോർ നമുക്കറിയാം. ടാഗോറിനെ നമുക്ക് കൃത്യമായിട്ട് ആരാണ് ടാഗോർ? രവീന്ദ്രനാഥ ടാഗോറിനെ നമുക്കറിയാം അല്ലെ. ടാഗോർ കേട്ടിട്ടില്ലേ? നമ്മള് ടാഗോറിന്റെ പേര് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ടാഗോർ എന്നുള്ള പേര്? ഇല്ല, എല്ലാവരും തന്നെ ടാഗോർ എന്നുള്ള പേര് കേട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് ഈ ടാഗോറിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്? ടാഗോറിന്റെ മാതൃകയെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? ടാഗോർ മുന്നോട്ട് വെച്ചൊരു ആശയമുണ്ട്. ഈ ആശയത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നവര് ഏതായിരിക്കും? ശ്രീ നികേതൻ പരീക്ഷണം എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്രീനികേതനം, ശ്രീ എന്ന് വെച്ചാൽ നമുക്കറിയാം ഐശ്വര്യമാണ്. നികേതനം എന്ന് വെച്ചാൽ നമുക്ക് അതിന് നിവാസസ്ഥാനമാണ്. നിവസിക്കുന്ന സ്ഥലത്തിനെയാണ് നികേതനം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐശ്വര്യം വസിക്കുന്ന ഒരു ഇടം എന്ന് പേര് പറഞ്ഞുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ ഒരു പ്രൊജക്ട് തുടങ്ങിയിട്ടുണ്ട്. ആ പ്രൊജക്ടിനെയാണ് നമ്മൾ ശ്രീനികേതൻ പ്രൊജക്ട് എന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ശ്രീനികേതൻ പ്രൊജക്ട് അദ്ദേഹം ആരംഭിച്ച സ്ഥലം നമുക്കറിയാം. അത് ബംഗാളിലാണ് ആരംഭിച്ചത്. 1921 1921 അദ്ദേഹം ആരംഭിച്ചത്. അദ്ദേഹം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ റീകൺസ്ട്രക്ഷൻ എന്ന പേരിൽ ഒരു ഗ്രാമ പുനരുദ്ധാരണ സ്ഥാപനം അല്ലെങ്കിൽ ഗ്രാമ പുനരുദ്ധാരണ കേന്ദ്രം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, ഗ്രാമീണ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഗ്രാമീണ ജീവിതം മെച്ചപ്പെടുത്തുക. ഗ്രാമീണ ജീവിതം മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും മെച്ചപ്പെടേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് യുവാക്കളിലൂടെ മാത്രമാണ് അത് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ യുവാക്കളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ആ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നൊരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു ടാഗോറിനും ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് 1921 അദ്ദേഹം ചെയ്തത് ശ്രീനികേതൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വരുന്നത് കേട്ടോ. അദ്ദേഹം എന്ത് ചെയ്തു? ആരോഗ്യ സഹകരണ സംഘം എന്ന പേരിലും അതേപോലെ മാതൃകാ കൃഷിത്തോട്ടം എന്ന പേരിൽ മേന്മയുള്ള വിത്തും വളവും ഒക്കെ നൽകിക്കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക, കൈത്തൊഴിൽ പരിശീലന കേന്ദ്രം കൊടുക്കുക, കുടിൽ വ്യവസായങ്ങൾക്ക് പുരോഗതി കൊടുക്കുക, യുവജന പ്രസ്ഥാനങ്ങൾ സ്ഥാപിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. എന്തൊക്കെയാണ്? ആരോഗ്യ സഹകരണ സംഘം സ്ഥാപിച്ചു, മാതൃകാ കൃഷിത്തോട്ടങ്ങൾ സ്ഥാപിച്ചു, മേന്മയുള്ള വിത്തും വളവും നൽകി കാർഷിക മേഖലയ്ക്ക് പുരോഗതി നൽകാൻ തീരുമാനിച്ചു, കുടിൽ വ്യവസായങ്ങൾക്ക് പുരോഗതി കൊടുക്കുവാൻ തീരുമാനിച്ചു, യുവജന പ്രസ്ഥാനങ്ങളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കൂട്ടായ്മ അദ്ദേഹം വളർത്തിയെടുക്കുവാനായിട്ടാണ് ശ്രമിച്ചത്. മറ്റേ കാര്യങ്ങളിലെല്ലാം അദ്ദേഹം ആലോചിച്ച രീതിയിൽ ചെയ്യുവാൻ സാധിച്ചെങ്കിലും ഇത് പക്ഷെ പരാജയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. കാരണം ഈ പറയുന്ന ശ്രീനികേതൻ പ്രൊജക്ട് എന്ന് വെച്ചാൽ ടാഗോറിന്റെ ഗ്രാമത്തിന്റെ ചുറ്റുമുള്ള ഒരു 7 or 8 ഗ്രാമങ്ങളിൽ മാത്രമാണ് ഫലപ്രദമായിട്ട് നടത്തുവാൻ സാധിച്ചെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ എന്തിനെല്ലാം ഊന്നൽ നൽകിയെന്ന് ചോദിച്ചാൽ കൃഷി, കന്നുകാലി വികസനം, ഗ്രാമവികസനം മുതലായ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ഇത് ഊന്നൽ നൽകിയിരുന്നത്. പിന്നെ ഇതിന് ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തെല്ലാമായിരുന്നു ശ്രീനികേതൻ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്നറിയാവോ? ഗ്രാമീണരുടെ അറിവ് വർദ്ധിപ്പിക്കുക. ഗ്രാമീണരാരാണ്? അറിവില്ലാത്ത നിരക്ഷരരായിട്ടുള്ള ആളുകളാണ് ഗ്രാമീണരെന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാരുടെ അറിവ് വർദ്ധിപ്പിക്കുക, അവർക്ക് തൊഴിൽ കൊടുക്കുക, അവരുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുടിൽ വ്യവസായങ്ങൾ, ഒരു കുടിൽ വ്യവസായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിലെ അച്ഛൻ, അമ്മ, മക്കൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ജോലി ചെയ്യുവാൻ സാധിക്കുന്ന വ്യവസായങ്ങളെയാണ് നമ്മൾ കുടിൽ വ്യവസായങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതേപോലെ പുതിയ രീതിയിൽ കണ്ടുപിടുത്തങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു സാങ്കേതിക വിദ്യയുണ്ട്. ആ പുത്തൻ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യകളും എല്ലാം പിന്തുടരുവാനായിട്ട് ജനങ്ങൾക്ക് പ്രചോദനം കൊടുക്കുക. അതേപോലെ കന്നുകാലി വളർത്തലും പാലുൽപാദനവും അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഡയറി ഫാമിംഗ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡയറി ഫാമിംഗ് ആക്ടിവിറ്റികളിലേക്ക് പൊതുജനങ്ങളെ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പരിശ്രമമൊക്കെ ഈ പറയുന്ന ടാഗോറിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ക്രമീകരിക്കുക. അതായത് ജനങ്ങൾക്ക് വേണ്ടുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസം മാത്രമല്ല വേണ്ടത്, ആരോഗ്യവും കൂടി അവർക്ക് വേണം. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നൊക്കെയുള്ള
ചൊല്ലുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുക, അതേപോലെ സഹവർത്തിത്വത്തിന്റെ വികാരം സൃഷ്ടിക്കുക, പിന്നെയോ ഗ്രാമീണ നേതൃത്വം എന്ന് പറയുന്നത് വളർത്തിക്കൊണ്ടുവരിക, ഇങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള പ്രൊജക്റ്റായിരുന്നു ടാഗോറിന്റെ പ്രൊജക്ട് എന്ന് നമുക്കറിയാം. പിന്നെ ഈ പദ്ധതിക്ക് ധാരാളം പോരായ്മകൾ ഉണ്ടായിരുന്നു. എന്തെല്ലാമായിരുന്നു ഈ പദ്ധതിയുടെ പോരായ്മകൾ? ഇതിന് സർക്കാർ സഹായവും പിന്തുണയും ഒന്നും നേടിയെടുക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെ? ഈ സ്ഥാപനത്തിന് സർക്കാരിന്റെ സഹായവും പിന്തുണയും ഒന്നും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. പിന്നെയോ ഇതിന് ഗവേഷണ പ്രവർത്തനങ്ങൾ, അതായത് എന്ത് പ്രവർത്തനം വന്നു കഴിഞ്ഞാലും ഗവേഷണ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും. അത്തരത്തിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇവിടെ നടത്തുവാനായിട്ട് ഇവിടെ നമുക്ക് സാധിച്ചില്ല. അതുകൂടാതെ ഇത് വെറും 8 ഗ്രാമങ്ങളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയ ഒരു പരിപാടി കൂടിയായിരുന്നു ഈ പറഞ്ഞ ടാഗോറിന്റെ ശ്രീനികേതൻ പരീക്ഷണം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കിയാൽ അടുത്ത ഈ പറഞ്ഞ ടാഗോറിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ടാഗോറിനെ ഗുരുദേവൻ എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കുറെ ആശയങ്ങളുണ്ടല്ലോ. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളായ നമുക്കറിയാം എന്താണ്. മഹാത്മാഗാന്ധി പറഞ്ഞ കണ്ടന്റ് തന്നെ ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ ആശയമാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ ഗ്രാമവികസനത്തെ കുറിച്ചുള്ള ഗാന്ധിയൻ കാഴ്ചപ്പാട് എന്ന് പറയുന്നതാണ് സമഗ്ര വികസനമാണ്. എല്ലാ മേഖലയുടെയും വികസനം എന്നതാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ വികസന കാഴ്ചപ്പാട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതും എല്ലാവരുടെയും ഭൗതികവും ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള പുരോഗതിയും ക്ഷേമവും, അതായത് ഒരാളെ പോലും ഗാന്ധിജിയുടെ പദ്ധതി വെറുതെ വിടുന്നില്ല. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നുള്ള വേർതിരിവില്ലാതെ എല്ലാവരുടെയും ഒരു ആത്മീയവും ധാർമ്മികവും അതേപോലെ തന്നെ എന്താണ് ഭൗതികവുമായിട്ടുള്ള ഒരു പുരോഗതിയാണ് ഇവിടെ ഗാന്ധിജി കാക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്ര വികസനത്തിൽ കൂടി മാത്രമേ യഥാർത്ഥ പുരോഗതി കൈവരികയുള്ളൂ എന്നായിരുന്നു ഗാന്ധിജിയുടെ ഒരു ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് ലക്ഷ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗാന്ധിയൻ കാഴ്ചപ്പാടിലുള്ള സമഗ്ര ഗ്രാമവികസനത്തിന് ഉണ്ടായിരുന്നു, അല്ലെ? ഗാന്ധിയൻ കാഴ്ചപ്പാടിലുള്ള സമഗ്ര ഗ്രാമവികസനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്ന് മാനവിക വികസനം എന്ന് നമ്മൾ പറയുന്നതാണ്, അല്ലെ? മാനവിക വികസനമാണ് ഒന്നാമത്തേത്. ഭൗതികവും ധാർമ്മികവും ആത്മീയവുമായിട്ടുള്ള പുരോഗതിയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്, അല്ലെ? മാനവിക വികസനം അനിവാര്യമാണ്. പിന്നെ സ്വാതന്ത്ര്യവും, അല്ലെ, സ്വയം പര്യാപ്തതയും നേടുക എന്ന് പറഞ്ഞൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വാതന്ത്ര്യം വേണം, സ്വയം പര്യാപ്തത വേണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നതായിരുന്നു. പിന്നെയോ അധിക വരുമാനവും തൊഴിലും ഉറപ്പാക്കി ദാരിദ്ര്യം തുടച്ചു നീക്കണം. അധിക വരുമാനവും തൊഴിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് സാധിക്കും. അതും ഗാന്ധിജിയുടെ കോൺസെപ്റ്റ് ആയിരുന്നു. പിന്നെയോ ഗാന്ധിജിക്ക് എന്ത് പറഞ്ഞാലും ഉണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അഹിംസയും അക്രമരാഹിത്യവുമാണ്, അല്ലെ? അപ്പോൾ അങ്ങനെ അഹിംസയിൽ അധിഷ്ഠിതമായ ജാതി വർഗ വർണ്ണരഹിതമായ ഒരു സമൂഹമാണ് ഇവിടെ സ്ഥാപിക്കേണ്ടതുള്ള കാഴ്ചപ്പാട് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു, അല്ലെ? ഗാന്ധിജിയുടെ സമഗ്ര വികസനമാണ് പ്രധാനമായിട്ടും ഉള്ളത് നമ്മൾ പഠിക്കേണ്ടതും. ആ സമഗ്ര വികസനമാണ് ഗ്രാമവികസനത്തിന്റെ ആണിക്കല്ലെന്ന് നമുക്ക് അറിവുള്ള കാര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജിയുടെ സമഗ്ര വികസനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം, അല്ലെ? ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ആരാണ്? വ്യക്തി എന്ന് പറയുന്ന ആളാണ് ഇവിടെ സമൂഹത്തിന്റെ കേന്ദ്രമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ ആരാണ് സമൂഹത്തിന്റെ കേന്ദ്രം? വ്യക്തിയാണ്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ സമൂഹത്തിന്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോ വ്യക്തിത്വത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല, അല്ലെ? വ്യക്തിയാണ് സമൂഹത്തിന്റെ കേന്ദ്രമെങ്കിൽ വ്യക്തിത്വത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വ്യക്തിത്വത്തെ എന്ത് ചെയ്യണം? അതിനെ മാനിക്കണം, അതിനെ വിശേഷപ്പെട്ട സ്ഥാനം നൽകണം, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പരിപാലിക്കണം. അപ്പൊ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഗാന്ധിജി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിക്കും ഓരോരോ കഴിവുകളുണ്ട്, ഓരോരോ സാമർഥ്യങ്ങളുണ്ട്. ആ കഴിവുകളും സാമർഥ്യങ്ങളും ഒരു വ്യക്തി എന്ന നിലയിൽ പരിപാലിച്ചു പോകുവാനായിട്ട് ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുമാണ് ഗാന്ധിജി പറഞ്ഞിരുന്നത്. ഇത് ഗാന്ധി എന്താണ്? പ്രകൃതിയുടെ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ എന്തായിരിക്കാം മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള വികസനമാണ് ഗാന്ധിജി കാഴ്ചപ്പാട് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കിയാൽ ഈ പ്രകൃതി എന്ന് പറയുന്നതുമായിട്ട് ഇണങ്ങിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പൊ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു സന്തുലിതാവസ്ഥ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? വികസനത്തെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു പരസ്പര ബന്ധമാണ്, അല്ലെ? പ്രകൃതിയെ ചൂഷണം ചെയ്യാം മനുഷ്യന്, പക്ഷെ അമിതമായിട്ട് ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്നാണ് ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്. അത് പാരിസ്ഥിതികമായിട്ടുള്ള ഒരു അസന്തുലിതാവസ്ഥയ്ക്കും ധാരാളം പരിസ്ഥിതി പ്രതിസന്ധികൾക്കുമെല്ലാം കാരണമാകും. അതുകൊണ്ട് തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിൽ എപ്പോഴും അഭേദ്യമായ ഒരു ബന്ധം ഉണ്ടാവണമെന്നും ആ ബന്ധം എന്ന് പറയുന്നത് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള പൊക്കിൾക്കൊടി ബന്ധം പോലെയാകണമെന്നും ഒക്കെയാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചിരുന്നത്, അല്ലെ? മനുഷ്യന്റെ ആർത്തി അത് നിറവേറ്റാനായിട്ടുള്ള വിഭവങ്ങളൊന്നും തന്നെ ഭൂമിയിലില്ല, പക്ഷെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ളതെല്ലാം ഈ ഭൂമി നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് പ്രസിദ്ധമായ ഗാന്ധിയൻ വരികളാണ്, അല്ലെ? ആവശ്യങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു ത്വരയുണ്ടാവും. ആ ത്വര വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാശത്തിനും മറ്റുള്ള സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാം, അല്ലെ, ജീവി സമുദായത്തിന്റെയും ജൈവ സമൂഹത്തിന്റെയും എല്ലാം നാശത്തിന് കാരണമാകും. അതുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആവശ്യങ്ങൾ കുറയ്ക്കുക, ലളിത ജീവിതം നയിക്കുക. അതാണ് ഗാന്ധിജി പറഞ്ഞത്. അതായത് കിട്ടും തോറും എന്താണ്? നിരന്തരമായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ള ചിന്ത മാത്രമേ മനുഷ്യനുള്ളൂ. ആ ചിന്ത എന്ന് പറയുന്നത് എന്താണ്? ചില പക്ഷികളുടേതിന് സമാനമാണ്. അതായത് കിട്ടും തോറും കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും, അല്ലെ?
അപ്പോൾ എന്താണ് ആധുനികവൽക്കരണം എന്ന് പറയുന്ന ഒരു കാലഘട്ടമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇരട്ടിക്കും. അതേപോലെ ഉപഭോഗവും ഉൽപാദന വ്യവസ്ഥയും ഒക്കെ വളരും. അപ്പോൾ അങ്ങനെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് തൃപ്തികരമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നു, കിട്ടുന്നത് പോരാ എന്നൊരു ചിന്ത വരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അനാവശ്യമായ കാര്യങ്ങളിൽ കുറവ് വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ആവശ്യങ്ങൾ സംതൃപ്തിയോടുകൂടി കുറച്ചു കഴിഞ്ഞാൽ മനുഷ്യന് സുഖകരമായിട്ട് ജീവിക്കുവാൻ സാധിക്കുമെന്നാണ് ഗാന്ധിജി പറഞ്ഞു വെച്ച ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് എന്താണ്, മനുഷ്യന് ധാർമ്മികമായിട്ടുള്ള പുരോഗതിയും വേണം, അതേപോലെ ആധ്യാത്മികമായിട്ടുള്ള ഒരു പുരോഗതിയും വേണമെന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പൊ മനുഷ്യന് വേണ്ട പുരോഗതി എന്ന് പറയുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരു പുരോഗതിയും വേണം, അതേപോലെ ആധ്യാത്മികവുമായിട്ടുള്ള ഒരു പുരോഗതിയും വേണം. സ്ഥായിയായ സന്തോഷവും വളർച്ചയും എന്ന് പറയുന്നത് ഈ പറഞ്ഞ ധാർമ്മികവും ആത്മീയവുമായ പുരോഗതിയിലൂടെ മാത്രമേ നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഗാന്ധിജി പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ നോക്കിയാൽ എന്തായിരിക്കാം, നമ്മുടെ ഈ നാഗരികത അല്ലെങ്കിൽ നമ്മുടെ വളർച്ച, നമ്മുടെ വികസനം എന്ന് പറയുന്നത് നാഗരികതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാവണമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാഗരികതയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എന്ത് വികാസമാണ് വേണ്ടുന്നത് അല്ലെ? കേട്ടിട്ടില്ലേ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ്, ഗ്രാമങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും നശിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. കാരണം ഗ്രാമീണ ജനത ഏറ്റവും കൂടുതൽ തൊഴിലിനായിട്ട് ആശ്രയിക്കുന്നത് ഗ്രാമങ്ങളെ തന്നെയാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 70% തൊഴിലിനായിട്ട് കാർഷിക മേഖലയെ ആശ്രയിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഗാന്ധിജി ജീവിച്ചുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞു, കാർഷിക മേഖലയുടെ പുരോഗതി എന്ന് പറയുന്നത് നിർമ്മാണാത്മകമായ പരിപാടികളുമാണ് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് ഗാന്ധിജി വിഭാവന ചെയ്ത കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അതായത് കാർഷിക മേഖലയുടെ പുരോഗതിയും അതേപോലെ നിർമ്മാണാത്മകമായിട്ടുള്ള പരിപാടികളുമാണ് ഗാന്ധിജി വിഭാവനം ചെയ്തിരുന്നത് ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായിട്ട്. പിന്നെ ഗാന്ധിജിക്ക് വല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു, അത് സമത്വവും സാമൂഹ്യ നീതിയും എന്ന ഒരാശയമായിരുന്നു അല്ലെ? ഗാന്ധിജിയുടെ ആശയമായിരുന്നു സമത്വം എന്ന് പറയുന്ന ഒരാശയം, അതേപോലെ തന്നെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരാശയവും ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാത്ത ഒരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ലാത്ത ജാതി വർഗ വർണ്ണരഹിതമായിട്ടുള്ള ഒരു സമൂഹമാണ് ഗാന്ധിജിയുടെ സാമൂഹ്യ നീതിയിൽ ഉരുത്തിരിഞ്ഞു വന്നിരുന്നത്. ഇനി എങ്ങനെയുള്ള ജീവിതം ഇവിടെ നടന്നു കഴിഞ്ഞാലും മനുഷ്യൻ എങ്ങനെയായിരിക്കണം, സ്വയം പര്യാപ്തത ഉള്ളവരായിരിക്കണം, സ്വാശ്രയത്വവും ഉള്ളവരായിരിക്കണം. അപ്പൊ സ്വയം പര്യാപ്തതയും സ്വാശ്രയത്വവും ഉള്ളവരായിട്ട് മാനവരാശി മാറ്റപ്പെടണമെന്നുള്ള ചിന്തയുള്ള വ്യക്തിയായിരുന്നു ആര്, ഗാന്ധിജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകൾ എങ്ങനെയായിരിക്കണം, സ്വയം പര്യാപ്തതയുള്ളതായിരിക്കണം, സ്വാശ്രയത്വം ഉള്ളതായിരിക്കണം. അപ്പോൾ സ്വയം വികസിക്കുക എന്ന് പറയുന്ന ഒരു ആശയമാണ് ഇവിടെ ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അതേപോലെ മനുഷ്യൻ എന്ന് പറയുന്നത് തുല്യനുമായിരിക്കണം. ഒരു ചെറിയ സോഷ്യലിസവും ഇവിടെ ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മനുഷ്യന്റെ വികസനവും സമ്പദ് വ്യവസ്ഥയുടെ വികസനവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കേന്ദ്രീകരിക്കാൻ പാടില്ല, അത് വികേന്ദ്രീകരിക്കണം. അപ്പോൾ ഇവിടെ വികേന്ദ്രീകരണം എന്ന് പറഞ്ഞൊരു ആശയം കൂടി ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഗ്രാമങ്ങൾ രൂപീകരിക്കുക അല്ലെ? അതായത് നമ്മൾ പറഞ്ഞിട്ടില്ല, ആർട്ടിക്കിൾ 40 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 40 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്നു എന്തായിരിക്കാം, ഫോർമേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അത് ഗാന്ധിജിയുടെ ഒരു കാഴ്ചപ്പാടാണ്. ഗ്രാമവികസനത്തിന്റെ 43 എന്ന് പറഞ്ഞ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ലേ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ഇൻഡസ്ട്രീസ് അഥവാ കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഗാന്ധിജി പറയുന്ന ആദർശാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലാണ് പെടുന്നത്. അതായത് ഗാന്ധിജിയുടെ ഈ ആദർശം എല്ലാ മേഖലയുടെയും സമഗ്രമായ വളർച്ചയെ കുറിക്കുന്ന ഗാന്ധിജിയുടെ ആശയത്തിന് അദ്ദേഹം ഒരു പേര് ചാർത്തിക്കൊടുത്തിരുന്നത് സർവോദയം എന്ന് പറയുന്ന ഒരു പേരാണ് അദ്ദേഹം ചാർത്തിക്കൊടുത്തിരുന്നത്. ആ സർവോദയത്തിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും ക്ഷേമവും എന്താണ് സുസ്ഥിതിയും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയണത്, ഇക്വാലിറ്റി, എല്ലാവർക്കും ക്ഷേമം വേണം, എല്ലാവർക്കും സ്ഥിതി സമത്വവും വരുന്ന ഒരു അവസ്ഥാവിശേഷത്തിനെയാണ് ഗാന്ധിജി സർവോദയം എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് വന്നിരുന്നത് നമ്മുടെ കേരള ഗാന്ധി കെ കേളപ്പനായിരുന്നുവെങ്കിൽ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ ഗാന്ധിജിയുടെ മരണശേഷം സർവോദയ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് പോയത് മറ്റാരുമായിരുന്നില്ല, ലോകനായക് ജയപ്രകാശ് നാരായണനായിരുന്നു എന്ന് നമുക്ക് അറിവുള്ള കാര്യം തന്നെയാണ് അല്ലെ? ഇനി ഗാന്ധിജിക്ക് ഒരുപാട് വികസന മാതൃകകൾ ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ വികസന മാതൃക എന്തായിരുന്നു? പരിസ്ഥിതി സന്തുലനത്തിലുള്ള, അതായത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കണം. സുസ്ഥിരമായ വികസന സമ്പ്രദായം, ഏതെങ്കിലും ഒരു മേഖല മാത്രം പ്രത്യേക കാലഘട്ടത്തിൽ വികസിച്ചതുകൊണ്ട് കാര്യമില്ലെന്നും രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് അനിവാര്യമായത് സമഗ്ര മേഖലയുടെയും സമ്പൂർണ്ണമായ വികസനമാണ് എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. അതേപോലെ തന്നെ തുല്യതയും നീതിയും ഉറപ്പാക്കുന്ന അഹിംസാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാമൂഹിക ക്രമം, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് എന്ന് പറയുന്ന, ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും പറയുന്ന വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടാകുവാൻ പാടില്ല. വിതരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെയ്യുന്നതിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നുള്ള കാഴ്ചപ്പാടാണ് ഈ ഒരു സിദ്ധാന്തത്തിൽ ഇവിടെ ഗാന്ധിജി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ഗാന്ധിജിയുടെ വികസന മാതൃകകൾ എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ? രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം എന്നാണ് ഗാന്ധിയൻ വികസന മാതൃകകൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമ പുനരുദ്ധാരണത്തെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ കൂടി നമുക്ക് ഒന്ന് നോക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഗ്രാമ
പുനരുദ്ധാരണത്തെ കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അല്ലെ? അപ്പൊ ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കുക, അല്ലെ? ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കുക എന്നതാണ് ഗ്രാമ പുനരുദ്ധാരണം എന്ന ആ ആശയം കൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത്. അപ്പൊ ഗ്രാമങ്ങളെ പുനർനിർമ്മിക്കുക, ഗ്രാമീണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പുനർനിർമ്മാണത്തിലൂടെ പരിഹരിക്കുക, അവരുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക, ഇതൊക്കെയാണ് ഗാന്ധിജി ഗ്രാമീണ പുനർനിർമ്മാണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്ന് വെച്ചാല് സമഗ്രവും ജനകേന്ദ്രീകൃതവുമായിട്ടുള്ള ഒരു പ്രൊജക്ട്, അതാണ് ഗാന്ധിയൻ മാതൃക എന്ന പേരിൽ അറിയുന്നത്. അതിലെന്തുണ്ടാവണം? ധാർമ്മികതയുണ്ടാവണം, ആധ്യാത്മികതയുണ്ടാവണം, സാമ്പത്തിക വികസനത്തിനുണ്ടാവണം. അപ്പൊ സാമ്പത്തിക വികസനത്തിനും ധാർമ്മികതയ്ക്കും അതേപോലെ ആധ്യാത്മികതയ്ക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിശേഷമാണ് ഇത്. ഗാന്ധിജിയുടെ ഗ്രാമ പുനരുദ്ധാരണം സാമ്പത്തിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, പാരിസ്ഥിതിക, ആധ്യാത്മിക വശങ്ങൾക്ക് ഊന്നൽ നൽകുന്നതായിരുന്നു. എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, സമഗ്ര പുരോഗതി എന്ന് പറയുന്നത് സർവോദയം എന്ന് പറയുന്ന ആശയമായിരുന്നു, അല്ലെ? ഗാന്ധിജിക്ക് മുന്നോട്ട് വെച്ചൊരു ആശയം നമുക്കറിയാവുന്നതാണ്. അത് ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞൊരു ആശയമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അപ്പൊ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയം ഏതെന്ന് ചോദിച്ചാൽ അതിനെ ഗ്രാമസ്വരാജ് എന്ന് പറഞ്ഞ ആശയമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. എന്ന് വെച്ചാൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത, പ്രകൃതിയുടെ വിഭവങ്ങൾ പ്രകൃതിക്ക് ചൂഷണം ചെയ്യാത്ത രീതിയിൽ, പ്രകൃതിക്ക് ദോഷം തട്ടാത്ത രീതിയിൽ പരമാവധി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആശയം, അതായിരുന്നു ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആശയം ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? അടിസ്ഥാന ആവശ്യങ്ങൾക്ക് അയൽ ഗ്രാമങ്ങളെ ആശ്രയിക്കാത്ത, എല്ലാ കാര്യങ്ങളും സ്വതന്ത്രമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രാമം, അതാണ് സ്വയം പര്യാപ്ത ഗ്രാമം. അത്തരത്തിലുള്ള ഗ്രാമങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യക്ക് അയൽ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഗാന്ധിജിയും മുന്നോട്ട് വെച്ചിരുന്ന വികസനത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നത്, അല്ലെ? ഇനി അതേപോലെ എല്ലാ ഗ്രാമങ്ങളും ആദ്യം പരിഗണന കൊടുക്കേണ്ടത് എന്തിനാണെന്ന് ഗാന്ധിജി പറഞ്ഞു. എല്ലാ ഗ്രാമങ്ങളും ആദ്യം പരിഗണന കൊടുക്കേണ്ടത് അവരുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലാണ്, ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിലാണ്. അങ്ങനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആരുടെ മുന്നിലും നമുക്ക് മുട്ടുകുളയ്ക്കാതെ, മുട്ടുകൂച്ചാതെ വളർന്ന് മുന്നോട്ട് പടർന്ന് പന്തലിച്ചു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഗാന്ധിജി പറഞ്ഞത്, അല്ലെ? ഇനിയോ, ഗാന്ധിജിയുടെ ഗ്രാമവികസനത്തിന് ഒരുപാട് അടിസ്ഥാന തത്വങ്ങളുണ്ട്. ഗാന്ധിജിയുടെ ഗ്രാമവികസനത്തിന് ഒരുപാട് അടിസ്ഥാന തത്വങ്ങൾ ഉണ്ടെങ്കിൽ ആ തത്വങ്ങൾ എന്തെല്ലാമാണ്? അത് സത്യമുണ്ട്, അഹിംസയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ സത്യം, അഹിംസ, സ്വാതന്ത്ര്യം, സമത്വം, എല്ലാവർക്കും തൊഴില്, ആഹാരത്തിന് വേണ്ടിയുള്ള പ്രയത്നം, ട്രസ്റ്റിഷിപ്പ്, ഡീസെൻട്രലൈസേഷൻ അഥവാ വികേന്ദ്രീകരണം, സ്വദേശി സഹകരണം, ഇതൊക്കെയാണ് ഗാന്ധിജിയുടെ ഗ്രാമവികസനത്തിന്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ സത്യമുണ്ടാവണം, സമത്വം ഉണ്ടാവണം, അഹിംസയുണ്ടാവണം, സ്വാതന്ത്ര്യം ഉണ്ടാവണം, എല്ലാവർക്കും തൊഴിലുണ്ടാവണം, ആഹാരത്തിന് വേണ്ടിയുള്ള പ്രയത്നം ഉണ്ടാവണം, ട്രസ്റ്റിഷിപ്പ് ഉണ്ടാവണം, വികേന്ദ്രീകരണം ഉണ്ടാവണം, സ്വദേശി ഉണ്ടാവണം, സഹകരണം ഉണ്ടാകണം. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടായിരുന്നു ഇവിടെ ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ ഗാന്ധിജി ഒരു മുന്നോട്ട് വെച്ചൊരു വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്. ആ വിദ്യാഭ്യാസ പദ്ധതി, ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ്? നയി താലീം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്ന പേര് നയി താലീം എന്നാണ്. അപ്പൊ നയി താലീം എന്ന് വെച്ചാൽ ഗാന്ധിജി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി അറിയപ്പെടുന്ന പേര് നയി താലീം എന്നുള്ള പദ്ധതിയാണ്, അല്ലെ? അപ്പൊ ഗാന്ധിജിയെ ഉദ്ദേശിച്ച മറ്റൊരു കാര്യമുണ്ട്, സ്വയം പ്രഖ്യാപിത ഗ്രാമീണ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അതായത് സമ്പൂർണ്ണ അധികാരമുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള ഗ്രാമീണ റിപ്പബ്ലിക്കുകളാണ് ഗാന്ധിജിയുടെ ആശയമായിട്ട് പറഞ്ഞിരുന്നത്. ഇതേപോലെ ഗ്രാമ പുനരുദ്ധാരണത്തിന് ഒരുപാട് ഗാന്ധിയൻ തന്ത്രങ്ങളുമുണ്ട്. അപ്പൊ പുനരുദ്ധാരണത്തിന്റെ ഗാന്ധിയൻ തന്ത്രങ്ങൾ എന്തെല്ലാമെന്ന് കൂടി നമ്മൾ അറിയണം. ഗ്രാമ പുനരുദ്ധാരണത്തിന്റെ ഗാന്ധിയൻ തന്ത്രങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ അതാണ് ഗ്രാമീണ പുനർനിർമ്മാണത്തിനുള്ള ഗാന്ധിയൻ തന്ത്രങ്ങൾ എന്തെല്ലാമാണ്. ഗാന്ധിജിയുടെ ഗ്രാമീണ തന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് അഹിംസ, സത്യം ഇവയിൽ അടിയുറച്ച ഒരു വിശ്വാസക്രമമാണ്. കൂടാതെ സാമ്പത്തിക ഉയർച്ചയും ഗ്രാമീണ പുരോഗതിയും ഒത്തൊരുമിച്ചുള്ള മനുഷ്യ പുരോഗതിക്കായിട്ട് നിലകൊള്ളുക എന്നതും ഇവിടെ ഇദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇനി ഗാന്ധിജി പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, റൂറൽ കൺസ്ട്രക്ഷൻ എന്ന് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമുകൾ നിർബന്ധമായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഗ്രാമവികസനം സാധ്യമാവുകയുള്ളൂ എന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ പരിപാടികളാണ് ഗ്രാമ പുനരുദ്ധാരണം യാഥാർത്ഥ്യമാക്കുന്നതെന്നുള്ള ഗാന്ധിയൻ ആശയങ്ങൾ നമ്മൾ നോക്കിയാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ഒരു പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ അടിത്തട്ട് മുതൽ വികസനം കൈവരിക്കുവാനുള്ള ശ്രമം. അതാണ് നിർമ്മാണാത്മക പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ എന്ത് വിഭവമാണോ ഉള്ളത് ആ വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? പരമാവധി ഉപയോഗിക്കുക. അപ്പോൾ ഒരു പ്രദേശത്ത് ലഭ്യമായ വിഭവങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ അടിത്തട്ട് മുതൽ വികസനം കൈവരിക്കുവാനുള്ള ശ്രമങ്ങളെയാണ് നമ്മൾ നിർമ്മാണാത്മക പരിപാടികൾ എന്ന പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇത് ഗ്രാമത്തിന്റെ വികസനം മാത്രമല്ല, രാഷ്ട്രത്തിന്റെ കൂടി സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്ക് ഇവിടെ വേണം. അതായത് പൂർണ്ണ സ്വരാജ് കൈവരിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗം, സത്യസന്ധവും അഹിത്മാത്മകവുമായ മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾ, സമ്പൂർണ്ണ സ്വരാജ്, മറ്റൊരാൾ നമ്മൾ ആശ്രയിക്കുവാൻ പോലും പാടില്ലാത്ത അവസ്ഥാവിശേഷം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെ? അപ്പൊ ഗാന്ധിജിയുടെ നിർമ്മാണാത്മകമായ പരിപാടിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? സാമുദായിക ഐക്യമുണ്ട്, ഐത്തോച്ചാടനമുണ്ട്, മദ്യനിരോധനമുണ്ട്, ഖാദിയുടെ പ്രോത്സാഹനമുണ്ട്, ഗ്രാമീണ വ്യവസായങ്ങളുടെ പ്രോത്സാഹനമുണ്ട്,
ഗ്രാമങ്ങളുടെ ശുചീകരണമുണ്ട്, അടിസ്ഥാന വിദ്യാഭ്യാസമുണ്ട്, സ്ത്രീ ശാക്തീകരണമുണ്ട്, ആരോഗ്യം ശുചിത്വവും നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്, സാമ്പത്തിക സമത്വമുണ്ട്, രാഷ്ട്രഭാഷയുണ്ട്, തൊഴിലാളികളുണ്ട്, ആദിവാസികളുണ്ട്. അങ്ങനെ ഒരുപാട് മേഖല, അതായത് എല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ടുള്ള ഒരു വികസന പരിപാടിയാണ് ഗാന്ധിയൻ പരിപാടി എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അഭിവൃദ്ധി അതിനു വേണ്ടുന്ന പരിപാടിയായിട്ടാണ് ഗാന്ധിജി ഈ പറയുന്ന നിർമ്മാണാത്മകമായ പരിപാടികളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മാണാത്മകമായ പരിപാടികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് ഗാന്ധിജി ഒരുപാട് സംഘടനകൾക്ക് രൂപം നൽകിയിട്ടുള്ളതും നമുക്ക് അറിവുള്ളതാണ്. നമ്മൾ കേട്ടിട്ടില്ല, സേവാഗ്രാമം എന്ന് പറയുന്ന സംഘടനയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ നോക്കിയാൽ നമുക്കറിയാം അല്ലെ, ഓൾ ഇന്ത്യ സ്പിന്നേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഈ തുണിമിൽ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഓൾ ഇന്ത്യ വില്ലേജ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ നയ്യ് താലിം സംഘ് രൂപീകരിച്ചിട്ടുണ്ട്. കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ് ഇവയൊക്കെ ഈ പറയുന്ന ഗാന്ധിയൻ സ്വപ്നം സഫലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ആശയങ്ങൾ തന്നെയാണ് അതെന്ന് പറയുന്നത് അല്ലെ. ഇത്തരത്തിലുള്ള നിർമ്മാണാത്മക പരിപാടികൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച ഗാന്ധിജിയുടെ കൂടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിരുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ പേര് ജെ.സി. കുമരപ്പയായിരുന്നു. അദ്ദേഹമാണ് ഗാന്ധിയൻ എക്കണോമിക്സ് എന്നൊക്കെയുള്ള ആശയമൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആള് എന്ന് നമുക്കറിയാം. ഇനി കാർഷിക മേഖലയുടെ പുരോഗതിയെ സംബന്ധിച്ചും ഗാന്ധിജി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി പറഞ്ഞെന്താണെന്നറിയോ, ഭക്ഷണം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപ്പെട്ട കാര്യമാണ്. അത് ഒരു ഗ്രാമത്തിൽ തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ എല്ലാ ഗ്രാമത്തിലും കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഗ്രാമീണ ജീവിതത്തിൽ കൃഷിയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നത് കൃഷിയാണ്. അതുകൊണ്ട് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കടുത്ത വ്യവസായങ്ങളിലോട്ടൊന്നും പോകാതെ കുടിൽ വ്യവസായങ്ങളിൽ നിന്നുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വ്യവസായങ്ങളാകണം എന്നുള്ള ആശയവും മുന്നോട്ട് വെച്ചതാരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പൊ നമ്മളിപ്പോ നോക്കിയത് ഗാന്ധിജിയും അതേപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറും മുന്നോട്ട് വെച്ചിട്ടുള്ള ഗ്രാമ വികസന മാതൃകകളാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കുക. അതിനുശേഷം നമ്മൾ നൽകുന്ന നോട്ട്സുകളും കൂടി വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ പറയുന്ന റൂറൽ ഡെവലപ്മെന്റിലെ ഗാന്ധിയൻ കാഴ്ചപ്പാടും അതേപോലെ തന്നെ ടാഗോറിന്റെ കാഴ്ചപ്പാടും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.